അപ്സെറ്റ് എന്നുള്ള വാക്ക് കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്സെറ്റ് ആവാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ജീവിതത്തിൽ. നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് അപ്സെറ്റ് ആവാന്നുള്ളത്. താളം തെറ്റുക എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയാം. ആകപ്പാടെ അപ്സെറ്റായി എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. താളം തെറ്റിപ്പോയി, നമ്മുടെ പദ്ധതി പൊളിഞ്ഞു, ക്രമം തെറ്റിപ്പോയി എന്നൊക്കെയുള്ളൊരു ചിന്ത. ഡോക്ടർ അബ്ദുൽ കലാമിനെ ഓർത്തിട്ടാണ് ഞാൻ ഈ ചിന്ത എന്ന് പങ്കുവയ്ക്കാൻ കാരണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. ആ വാക്കിനെ രണ്ടാക്കുക. ഒന്ന് അപ്പ്, രണ്ട് സെറ്റ്. അങ്ങനെ താളം തെറ്റിയെന്നോ അല്ലെങ്കിൽ പാളം തെറ്റിയെന്നോ ഒക്കെ തോന്നുന്ന ഒരു അവസരത്തിൽ എഴുന്നേൽക്കുക, അപ്പ്, എന്നിട്ട് വീണ്ടും സെറ്റ് ചെയ്യുക, രണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലെ നല്ലൊരു പ്രയോഗമാണ് ആപ്പിൾ കാട്ട് അപ്സെറ്റ് ആയെന്ന് പറയുന്നത്. അപ്സെറ്റ് ആപ്പിൾ കാട്ട്. നമ്മളൊരു വണ്ടി നിറയെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണല്ലോ കൈവണ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൈവണ്ടി അധികം കാണാൻ കഴിയില്ല. ചെറിയ കാളവണ്ടിയൊക്കെയായും ചെറിയ കൈവണ്ടി, ആളുകൾ തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി കൈവണ്ടി. അത് കാള വലിക്കുകയാണെങ്കിൽ കാളവണ്ടി ആവാൻ. ഇന്നിപ്പോ അതിന്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ചെറിയ അങ്ങനത്തെ ഉള്ള ഓട്ടോറിക്ഷകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് അത് നിറയെ ആപ്പിളുമായിട്ട് പോകുന്ന വഴിക്ക് എവിടെയോ അതിന്റെ ആ ഒരു നിരത്തി വെച്ചിരുന്നത് തെറ്റിപ്പോയി, അത് മുഴുവനും കൂടെ കൂടി ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് പോയി വിചാരിക്കാം. അതിനെയാണ് യഥാർത്ഥത്തിൽ ആപ്പിൾ കാർട്ട് അപ്സെറ്റ് ആയെന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോഴെങ്കിലും കണ്ടു കാണുമായിരിക്കും, ഏതെങ്കിലും ഒരു അടക്കി വെച്ചുകൊണ്ട് പോകുന്നത് അടക്ക് തെറ്റിയിട്ട് ഉരുണ്ട് താഴെ വീണ് പോകുന്ന എല്ലാം കൂടെ കൂടി. അതിനെ നമ്മൾ അപ്സെറ്റ് എന്ന് പറയും. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോവുകയല്ല. അപ്സെറ്റ് ആവാൻ സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. ഒരു കാറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരുപക്ഷെ നമ്മൾ അപ്സെറ്റ് ആയി. പെട്ടെന്ന് വരുന്ന മഴ, അതും നമ്മൾ അപ്സെറ്റ് ആക്കി തരും. അപ്പോ ആ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ അവയെ അതിജീവിക്കുക, അതിനെ മറികടക്കുക, അപ്പ് ആൻഡ് സെറ്റ്. അല്ലെങ്കിൽ ഡോക്ടർ കലാം പറഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ തോന്നിയ ചിന്ത സെറ്റപ്പ് ആക്കുക എന്ന് പറഞ്ഞു. അതിനെ സെറ്റപ്പ് ആക്കിയാൽ മതി. അപ്സെറ്റ് ആയതിനെ സെറ്റപ്പ് ആക്കണം. അപ്സെറ്റ് ആയതിനെ നിരന്തരമായി സെറ്റപ്പ് ആക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ജീവിതമാകുന്ന യാത്ര. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, പദ്ധതിയിടും, സ്വപ്നം കാണും, ഒരു തെറ്റുമില്ല. പക്ഷെ എല്ലാം നിറവേറണമെന്നില്ല. എല്ലാം തീർന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അപ്സെറ്റ് ആക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം, അനുഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവിടെ വെച്ച് ആ വണ്ടിയോ ആ യാത്രയോ ഉപേക്ഷിക്കുക നമ്മൾ ചെയ്യുക. അതിനെ വീണ്ടും നമ്മൾ നേരെയാക്കും, അതിനെ നമ്മൾ സെറ്റപ്പ് ആക്കും. സെറ്റപ്പ് ആക്കണമെങ്കിൽ അപ്പ് ആൻഡ് സെറ്റ് വേണം. എഴുന്നേൽക്കുക, എന്നിട്ട് അതിനെ നേരെയാക്കുക. അങ്ങനെ അപ്സെറ്റിനെ സെറ്റപ്പ് ആക്കുന്ന നിരന്തരമായ പ്രക്രിയയാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മുടെ ഓരോ അപ്സെറ്റ് ആവുന്ന താളം തെറ്റുന്ന അവസ്ഥയെയും സെറ്റപ്പ് ആക്കുന്ന, നേരെയാക്കുന്ന ഒരു പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഉൾക്കരുത്ത് നമുക്ക് വേണം. ദൈവത്തിന്റെ അനുഗ്രഹമാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ഉൾക്കരുത്ത് സമ്പാദിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം നിരന്തരമായ ഒരു സെറ്റിംഗ് അപ്പ് ആയി മാറ്റിക്കൊണ്ടിരിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്സെറ്റ് ആവുകയല്ല, അപ്സെറ്റ് ആവുമ്പോൾ അപ്സെറ്റായി ഇരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സെറ്റപ്പ് ആക്കുകയാണ് വേണ്ടത്. നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു.